Hi everyone. അപ്പോൾ ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. സാധാരണഗതിയിൽ നമ്മുടെ സിസ്റ്റത്തിൽ എല്ലാവരുടെയും സിസ്റ്റത്തിനകത്ത് ഗൂഗിൾ ക്രോം ഉണ്ടാവും, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രൗസറോ അല്ലെങ്കിൽ മോസില്ല ഫയർഫോക്സ് പറഞ്ഞ ബ്രൗസറോ ഉണ്ടാവും. ഏറ്റവും ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യുന്ന ഗൂഗിൾ ക്രോം ആണ്. സോ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണുന്ന സ്ക്രീൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, വേറെ മെയിൽ ഐ ഡി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നോർമലി കാണുന്നത് ഈ രീതിയിലായിരിക്കും. സെറ്റപ്പ് എന്ന് പറഞ്ഞ കേസ് കാണിക്കുന്നുണ്ടാവും. അതിൻ്റെ അകത്ത് സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ, ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് വെച്ച് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചോളം ഞാൻ കണ്ടിന്യൂ വിത്തൗട്ട് ആൻ അക്കൗണ്ട് എന്ന രീതിയിൽ പോവാം. എൻ്റെ സ്ക്രീനിൽ അങ്ങനെ കാണിക്കാൻ കാരണം ഒരുപാട് മെയിൽസ് ഞാൻ അതിനകത്ത് ഓപ്പൺ ചെയ്ത് വെച്ചതുകൊണ്ടാണ്. സോ തൽക്കാലം ഞാൻ അങ്ങനെ ഒരു പ്രൊഫൈൽ സെക്ഷൻ നമ്മൾ കൊടുത്തു. അതായത് ഗൂഗിൾ ക്രോമിൻ്റെ അകത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ യൂസേഴ്സ്, അതായത് ഇമെയിൽ യൂസറുകളെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് ബേസിക്കലി ഇവിടെ കാണിക്കുന്നത്. സോ ഇതിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ ഗൂഗിൾ നോർമൽ ആയിട്ടുള്ള പേജിലേക്ക് വന്നു. ഈ രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നുണ്ടാവുക. സോ ഇതിൽ ഞാൻ google.com എന്ന് പറഞ്ഞ് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ, എൻ്റർ അടിച്ചാൽ ഗൂഗിളിൻ്റെ പേജ് ഓപ്പൺ ആയി വരും. സെർച്ച് എഞ്ചിൻ്റെ പേജാണ് ഓപ്പൺ ആയി വരുന്നത്. സോ സ്റ്റേ ഔട്ട്, സൈഡ് ഔട്ട് എന്ന് കൊടുക്കാം. ഇവിടെ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ടാവും. സോ സൈൻ ഇൻ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ പുതിയതായിട്ട് നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കേസാണ്. ഗൂഗിളിൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് ജിമെയിൽ അക്കൗണ്ടും ഡ്രൈവിനുള്ള അക്കൗണ്ടും പ്ലേ സ്റ്റോറിൻ്റെ അക്കൗണ്ട് എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയി വരും. കാരണം ഒരു അക്കൗണ്ട് മതി ഗൂഗിളിന് വേണ്ടത്. സോ ഇവിടെ നമുക്ക് ഇമെയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാക്കുന്നത് എന്ന കേസാണ്. ഒന്ന്, നമ്മൾ ഫോർ മൈ പേഴ്സണൽ യൂസ്, എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടി ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാക്കാം. അതുപോലെ തന്നെ എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടും, ഫോർ മൈ ചൈൽഡ് മീൻസ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കേസിലാണ്. കാറ്റഗറീസ് വ്യത്യാസം ഉണ്ടാവും. ഫോർ വർക്ക് മൈ ബിസിനസ് പർപ്പസ് ആയിട്ടുള്ള കേസായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഫോർ പേഴ്സണൽ യൂസ് ആണെങ്കിൽ ജസ്റ്റ് പേഴ്സണൽ യൂസ് എന്ന രീതിയിൽ കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വരിക നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പേര് വെച്ചിട്ട് ഞാൻ സംഭവം കൊടുക്കുന്നു. ലാസ്റ്റ് നെയിം വേണമെങ്കിൽ കൊടുക്കാം, പ്രോബ്ലം ഇല്ല. സോ നെക്സ്റ്റ് അടിച്ചാൽ നെക്സ്റ്റ് നമുക്ക് ചോദിക്കുന്ന ബേസിക് ഇൻഫർമേഷൻ, അതായത് ബർത്ത്ഡേ എന്താണ്, ജെൻഡർ എന്താണ്. അത് 18 വയസ്സ് തികയാത്ത ആൾക്കാർക്കും ഗൂഗിൾ അക്കൗണ്ട് തരില്ല. സോ അതുകൊണ്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വന്ന സാധനം നമ്മൾ കൊടുക്കുന്ന സമയം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എപ്പോഴും 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ജിമെയിൽ അക്കൗണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോർ മൈ ചൈൽഡ് എന്ന രീതിയിൽ വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നു. ഓക്കെ ഓക്കെ നെക്സ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ ബേസിക് ആയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് വരുന്ന കേസ് ഇതാണ്. അവർ തരുന്ന സജഷൻസ് എക്സ്പ്ലോർ sandeep4@gmail.com എന്ന രീതിയിലും ഇപ്പം ഇതൊക്കെയാണ് നമ്മൾ മെയിൽ ഐ ഡി അവർ തരുന്നത്. നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ അത് യൂസ്ഫുൾ ആണോ അല്ലേ എന്നുള്ളതിൻ്റെ കേസാണ് നമുക്ക് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പം കൊടുക്കുന്ന സമയത്ത് സന്ദീപ് എക്സ്പ്ലോർ എന്നുള്ള സാധനം ഞാൻ കൊടുത്തു. നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് അത് യൂസ്ഫുൾ ആണോ, ദറ്റ് മീൻസ് അങ്ങനത്തെ യൂസർ നെയിം ഉണ്ടോ ഇല്ലേ നോക്കി. ഉണ്ട്, അതെ, യൂസർ നെയിം മീൻസ് ടേക്കൻ പറഞ്ഞ സാധനമുണ്ട്. സോ ഞാൻ അതിന് മാറ്റി കൊടുക്കുകയാണ്. സാൻഡി എക്സ്പ്ലോർ എന്ന് കൊടുത്തു നോക്കാം. ആക്സെപ്റ്റബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ നെക്സ്റ്റ് പേജിലേക്ക് പോകും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ യൂസർ ഈസ് ടേക്കൻ അനദർ എന്തെങ്കിലും സംഭവം ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കുന്നുണ്ടാവും. സോ ഞാൻ ഒന്നുകൂടി കൊടുത്തു, TR എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുത്തു. മീൻസ് നമുക്ക് എല്ലാവരും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള പേരുകൾ ഒരിക്കലും നമുക്ക് സ്വീകരിക്കില്ല. പക്ഷേ നമ്മൾ ഫസ്റ്റ് നെയിം എന്താണോ ലാസ്റ്റ് നെയിം എന്താണോ ഇത് രണ്ടും വെച്ചിട്ട് വേണം നമ്മൾ ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി. യൂസർ നെയിം എന്നാൽ ശരിക്കും എന്നിട്ട് പറയാം. ആ യൂസർ നെയിം വരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫസ്റ്റ് നെയിം എന്താണോ ലാസ്റ്റ് നെയിം എന്താണോ ഇത് രണ്ടും യൂസ് ചെയ്തിട്ടായിരിക്കും ജിമെയിൽ അക്കൗണ്ട് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. സോ അതിൻ്റെ കൂടെ നമുക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്പേഴ്സോ അല്ലെങ്കിൽ ഇപ്പം കൊടുത്ത പോലെ ടെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. സിമ്പിൾസ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൂ. ഡോട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. മറ്റുള്ള സിമ്പിൾസ് അത് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യാറില്ല. സോ നമുക്ക് എപ്പോഴും നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മെയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പേഴ്സണൽ ഇമെയിൽ ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു പ്രൊഫഷണൽ മെയിൽ നമ്മൾ മെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ പേഴ്സണൽ മെയിലുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ജോബ് ഇന്റർവ്യൂസിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾക്ക് ആദ്യം നമ്മുടെ മെയിൽ ഐ ഡിൻ്റെ അകത്ത് ഈ പറഞ്ഞ ജനിച്ച വർഷം കൊടുക്കുക, അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേരോ അങ്ങനത്തെ കേസും അല്ലാതെ നമ്മൾ യുണീക്ക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ സംഭവം വരിക എന്നുള്ള കേസാണ്. മിക്കവാറും നമ്മുടെ വീട്ടു പേരോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യുണീക്നെസ് വരുന്നുണ്ടാവും. ഓക്കെ, അതൊരു പ്രൊഫഷണൽ വേ ഓഫ് ടച്ചിങ് കൂടി നമുക്ക് ഉണ്ടാവും പേഴ്സണൽ മെയിൽ ആയതുകൊണ്ട് എന്നുള്ള കേസാണ്.
ഓക്കെ. ഇനിയിപ്പോൾ രണ്ടാമത് നമുക്ക് പിന്നെ പാസ്വേഡ് കൊടുക്കേണ്ട കേസാണ്. പാസ്വേഡ് എപ്പോഴും സ്ട്രോങ് പാസ്വേഡ് കൊടുക്കാവൂ. പാസ്വേഡാണ് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ പാസ്വേഡ് എന്ന് പറയുന്നത് മിനിമം 8 മുതൽ 32 ക്യാരക്ടേഴ്സ് വരെ ലെന്താണ് പാസ്വേഡിന് വേണ്ടി എടുക്കുക. ഒപ്പം തന്നെ അതിനകത്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് ലെറ്ററോ അല്ലെങ്കിൽ ഇടയിൽ എവിടെയെങ്കിലും ഏതൊരു ലെറ്ററോ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക. ഒപ്പം തന്നെ ഒരു സിമ്പിൾസ് യൂസ് ചെയ്യാം. @ ഹാഷ്, ഡോളർ, പെർസെൻറ്റേജ്, അങ്ങനെ ആൻഡ് എന്നുള്ള രീതിയിലൊക്കെ സിമ്പിൾസ് ഉണ്ട്. സംഭവം നമുക്ക് കീബോർഡിൽ കാണുന്ന സിമ്പിൾസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്മോൾ ലെറ്റേഴ്സ്, ബാക്കിയുള്ള സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്പേഴ്സും യൂസ് ചെയ്യാം. അതായത് ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം, സിമ്പിൾസ് ഉണ്ടായിരിക്കണം, നോർമൽ ടെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് പോകും. ഒപ്പം തന്നെ നമ്പേഴ്സും ഉണ്ടായിരിക്കണം. ഒരിക്കലും നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ ഒരു പാസ്വേഡ് ആയിട്ട് കൊടുക്കരുത്. അതേപോലെ തന്നെ സിമ്പിളായിട്ട് 1234 എന്നോ അല്ലെങ്കിൽ അഡ്മിൻ 1234 എന്നോ അങ്ങനെ ഒരിക്കലും നമ്മൾ കൊടുക്കരുത്. കാരണം വെച്ചാൽ ഇതൊക്കെ പെട്ടെന്ന് ഹാക്ക് ചെയ്യാൻ സാധിക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇങ്ങനെ നമ്മൾ ഈ സിമ്പിൾസും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ ഞാൻ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കുന്ന പോലെ ഒരു കേസായിട്ട് മാറും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു പാസ്വേഡ് കൊടുക്കുകയാണ്. സ്ട്രോങ് ആയിട്ട് തന്നെ പാസ്വേഡ് കൊടുക്കുകയാണ്. സിമ്പിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ സിമ്പിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഇതേപോലെ തന്നെ എയുടെ പകരം ഞാൻ @ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തു. ഇയുടെ പകരം വേണമെങ്കിൽ 3 എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് ഇത് ഓർമ്മ വേണമെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മളൊരു പാറ്റേൺ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് അത് നമ്മൾ അതേപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരില്ല എന്നുള്ളതിന്റെ കേസാണ്. ഓക്കെ. സോ ഇതേപോലെ തന്നെ പാസ്വേഡ് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് നിങ്ങൾ വേണമെങ്കിൽ കൊടുക്കുക. ഇങ്ങനെയായിരിക്കും കോമ്പിനേഷൻ വരേണ്ടത്. ഞാൻ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തു, അതിനുശേഷം സെക്കൻഡ് @ എന്ന ഓപ്ഷൻ കൊടുത്തു, അതിനുശേഷം ബാക്കിയുള്ള സ്മോൾ ലെറ്റേഴ്സ് കൊടുത്തു, സിമ്പിൾസ് ഞാൻ യൂസ് ചെയ്തു, ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തു, ഒപ്പം തന്നെ നമ്പറും ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. പക്ഷെ നിലവിൽ ഇപ്പോൾ ഞാൻ സെയിം മോഡിൽ എന്താണോ പാസ്വേഡ് നിങ്ങൾ കൊടുത്തത് അതേ പാസ്വേഡ് വേണം നിങ്ങൾ ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതാണ് കൺഫേം എന്നുള്ള കേസാണ്. ആ സെയിം പാസ്വേഡ് തന്നെയാണോ എന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ വരുന്ന ജിമെയിൽ അക്കൗണ്ടുകളിൽ പൊതുവെ എല്ലാം 2-way വെരിഫിക്കേഷൻസിന്റെ ഭാഗമായിട്ട് വരുന്ന കേസസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മൊബൈൽ ഫോണിൽ ഉണ്ടാകുന്ന സ്കാനർ ഓപ്പൺ ചെയ്തിട്ട് സ്കാൻ ചെയ്ത് വെക്കുക. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് സംഭവം വരും. സോ ഇതിന് നമുക്ക് ഓപ്പൺ ഇൻ ബ്രൗസർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. സോ നമ്മുടെ മൊബൈൽ ഫോണുമായിട്ടാണ് ഇത് ടൈപ്പ് ചെയ്ത് വെക്കുക. കാരണം വെച്ചാൽ ഇപ്പോൾ എല്ലാ മൊബൈൽ ഫോൺസ് 2-way വെരിഫിക്കേഷൻ എന്ന രീതിയിൽ നിങ്ങളുടെ ഈ പറഞ്ഞ സൈറ്റിലും ദാറ്റ് മീൻസ് നമ്മൾ മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് സംഭവം വരുന്നത്. അതായത് നമ്മൾ ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോൺ 2-way വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ ഓട്ടോമാറ്റിക്കലി വരുന്ന കേസാണ്. എവിടെയെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് മറക്കുകയോ അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ ഫോണിൽ ടാപ്പ് ചെയ്തിട്ട് യെസ് എന്നുള്ള രീതിയിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ സംഭവം കിട്ടും. ഒന്നുകൂടി സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ്. ആരെങ്കിലും നിങ്ങളുടെ മെയിൽ ID വേറെ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് മെയിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്കാണ് ആ ലിങ്ക് പോവുക. അവർ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് ബേസിക്കലി ആ മെയിൽ ID അവിടെ ഓപ്പൺ ആയി വരുള്ളൂ. സോ നമ്മുടെ കയ്യിൽ തന്നെയാണല്ലോ മൊബൈൽ ഫോൺ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മൊബൈൽ ഫോണിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്ത് കിടക്കണം. സോ വെരിഫൈ ചെയ്താണ്. നെക്സ്റ്റ് നമുക്ക് നേരെ റിട്ടേൺ ടു ഡിവൈസ് എന്ന രീതിയിലേക്ക് നമുക്ക് നേരെ ഫോണിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് റിട്ടേൺ ആവും. ഇനി നമുക്ക് ഇവിടെ ചെയ്യേണ്ട കേസ് റിക്കവറി മെയിൽ നമ്മൾ വെക്കണം. ഇത് സ്കിപ്പ് ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ മെയിൽ ID പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റിക്കവറി മെയിലിലേക്ക് ഒരു ലിങ്ക് ഒക്കെ പാസ് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കേസ് ആയതുകൊണ്ട്, യൂസ് ചെയ്യേണ്ട മെയിൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള റിക്കവറി മെയിൽ ക്രിയേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ റിക്കവറി മെയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. ആദ്യമായിട്ടാണ് ഒരു മെയിൽ ID ക്രിയേറ്റ് ചെയ്യുന്നത്, വേറൊരു മെയിൽ ID നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാം. പിന്നീട് എപ്പോഴെങ്കിലും വേറെ മെയിൽ ID കൂടി ക്രിയേറ്റ് ചെയ്താൽ റിക്കവറി മെയിൽ, എപ്പോഴും റിക്കവറി മെയിൽ ID വെക്കുന്നതായിരിക്കും. കാരണം വെച്ചാൽ ഈ മെയിൽ ID നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത മെയിൽ ID നമുക്ക് എടുക്കുക എന്നുള്ള കേസാണ്. സോ ഞാനിപ്പോൾ റിക്കവറി മെയിൽ കൊടുക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് അടിച്ചു. സോ എൻ്റെ മെയിൽ ID ക്രിയേറ്റ് ആയി. സന്ദീപ് എക്സ്പ്ലോർ tr@gmail.com എന്നുള്ള പേരിൽ എനിക്ക് മെയിൽ ID ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് നമുക്ക് പോകും. ആദ്യം നമ്മളിവിടെ ചില കാര്യങ്ങൾ എഗ്രി ചെയ്യണം. ബേസിക്കലി ഒരു പോളിസി ആൻഡ് പ്രൈവസി ആൻഡ് ടേംസിന് വേണ്ടിയിട്ടുള്ള ഒരു കേസാണ്. അത് നമ്മൾ എഗ്രി ചെയ്തു. എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി ഇവിടെ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഈ അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും റിക്കവറി മെയിലിലേക്ക് നമുക്കൊരു മെയിൽ പോകും. അതൊരു വെരിഫിക്കേഷനുള്ള കേസാണ്.
അത് പക്ഷേ ക്ലിയർ ആവുന്ന കേസ് തന്നെയാണ്. ഇവിടെ നമുക്ക് ജിമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജിമെയിൽ യൂസ് ചെയ്യാം. ഇമേജസിന്റെ കേസുണ്ട്. ഒപ്പം തന്നെ ഗൂഗിളിൻ്റെതായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. നമുക്ക് എന്തെല്ലാം യൂട്യൂബ് ആണോ, മാപ്സ് ആണോ, അപ്പോൾ തന്നെ കലണ്ടർ, ന്യൂസ്, ഫോട്ടോസ്, ഗൂഗിൾ മീറ്റ് ഒക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. ഗൂഗിൾ വൺ എന്നുള്ള ഓപ്ഷൻ അടക്കമുള്ള കേസസ്. സോ നമുക്ക് ഈ ഒരു ഒറ്റ അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് ഇതെല്ലാം ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിന്റെ കേസാണ്. സോ ഇങ്ങനെയാണ് നമ്മളൊരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാക്കുക. ഗൂഗിൾ അക്കൗണ്ട് തന്നെയാണ് ജിമെയിൽ അക്കൗണ്ടും ബാക്കി എല്ലാ അക്കൗണ്ട്സും വരുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയും ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും നിങ്ങൾ ജിമെയിൽ ഐ ഡി പറയേണ്ടത്. സോ നിങ്ങൾ എന്താണ് യൂസർ നെയിം ചോദിച്ചാൽ ഈ ഫസ്റ്റ് @ മുമ്പേ വരുന്നത് എന്താണോ അതാണ് നിങ്ങളുടെ യൂസർ നെയിം പറഞ്ഞ സാധനം വരുന്നത്. ബാക്കി മെയിൽ ഐ ഡി മൊത്തം ചോദിക്കുകയാണെങ്കിൽ @gmail.com എന്ന് പറഞ്ഞ രീതിയിൽ പറയണം. അപ്പോൾ gmail.com എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ മെയിൽ ഐ ഡി. ആ മെയിൽ ഐ ഡി വെച്ചിട്ടാണ് നമ്മൾ അക്കൗണ്ട്സും ബാക്കി കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. മറ്റുള്ള സൈറ്റ്സിലൊക്കെ ഇപ്പോൾ ഈസി ആയിട്ട് ഈ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. വീണ്ടും ഫോം ഫില്ല് ചെയ്യലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരമാവധി വെബ്സൈറ്റുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. വളരെ റെയർ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ മാത്രം വീണ്ടും ഫോംസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. ഇപ്പൊക്കെ ഗൂഗിളുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ജസ്റ്റ് ഗൂഗിൾ സൈൻ എന്ന ഓപ്ഷൻ കൊടുത്ത് നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് നിങ്ങൾ ഗൂഗിളിനകത്ത് നമ്മൾ ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത്. താങ്ക് യു.